ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ എടക്കൊച്ചിയിലാണ്, വല്യമ്മയുടെ വീട്ടിലാണ്. അതായത് അഞ്ജുൻ്റെ അമ്മൂൻ്റെ വീട്ടിലാണ്. അമ്മൂൻ്റെ എൻഗേജ്മെൻറ്റാണ് നാളെ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കസിൻസ് വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ ഞാനിന്ന് കുറച്ച് വൈകി, കാരണം അമ്മയുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തും കുഞ്ഞുമോൾ അഞ്ജുൻ്റെ ഇന്ന് ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അഞ്ജുൻ്റെ കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഫുൾ ഫാമിലി ഫുൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുക വേറെ ഒന്നും കൊണ്ടല്ല, ലൈക്ക് അവിടെ ഓൾറെഡി ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയ്യോ അക്കേ പിന്നെ എടുക്കുക ഒന്നുകൂടി എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ കസിൻസൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒന്നുമല്ല, പിന്നെ ഞാൻ അവിടെ പറയാൻ എനിക്ക് കുറച്ച് പ്രഷർസൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു എന്താ വൈകിയെന്നൊക്കെ ചോദിച്ചു. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു ആക്ഷനൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ അമ്മൂൻ്റെ ചിറ്റയും വല്യമ്മ എല്ലാവരും ഉണ്ടായിരുന്നു, അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ജാനുവിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ജാനു കഴിച്ചപ്പോൾ അഞ്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും വാരി തന്നു. അപ്പോൾ ഫൈനലി അങ്ങനെ അഞ്ജുൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണിപ്പോൾ. അപ്പോൾ മീര, അതായത് എൻ്റെ ചേച്ചി നമ്മുടെ അഞ്ജുവിന് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. വേറൊന്നുമല്ല, ഒരു ചെറിയൊരു ടൂത്ത് ബ്രഷാണ്, ഒരു പല്ല് തേക്കണ ബ്രഷ്. അവൾക്ക് എന്താ പറയുക, അതിൻ്റെ ആവശ്യമുണ്ട്, വളരെ ആവശ്യമുള്ള സാധനം അത്. അങ്ങനെ അവൾക്കൊരു ബ്രഷ് മേടിച്ചു കൊടുത്തു. പിന്നെ സെക്കൻഡ് തിങ് വേറെ മേടിക്കാൻ അങ്ങനെ അവരുടെ വേറൊരു കോൺവെർസേഷനായിരുന്നു അവിടെ. ചിരിയും കളിയും തമാശയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഇത് എന്താ പറയുക, എല്ലാ കസിൻസ് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ ആൾ 22 വയസ്സായി. അപ്പോൾ 22 ചോക്ലേറ്റ്സാണ് നമ്മുടെ അഞ്ജുമ്മക്ക് കൊടുത്തത്. 22 ചോക്ലേറ്റ്സ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. 22 വയസ്സായല്ലോ, അപ്പോൾ 22 വയസ്സുള്ള ചോക്ലേറ്റാണ് അവൾക്ക് കൊടുത്തത്. അപ്പോൾ അങ്ങനെ കസിൻസ് എല്ലാവരും കൂടി അവൾക്ക് ചോക്ലേറ്റ് കൊടുത്തു. പിന്നെ എൻ്റെ വകയിലൊരു ഡയറി മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു വലുത്, അത് അവൾക്ക് കൊടുത്തു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കസിൻസ് എല്ലാവരും കൊടുത്തായിരുന്നു ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ. പിന്നെ അമ്മയെ വിളിച്ചുകൊണ്ട് വരാൻ നേരത്ത് ഒരു ചോക്ലേറ്റ് ഞങ്ങൾക്ക് വലിയ പാക്ക് തന്നെ മേടിച്ചു കൊടുത്തു. അപ്പോൾ ജാനുവിന് അത് ഇഷ്ടപ്പെട്ട് ജാനു അത് പൊക്കിക്കൊണ്ട് പോയി. പിന്നെ വേറൊരു കാര്യം കൂടി, മേളിൽ അല്ല കേക്ക് കട്ടിങ്, താഴെയാണ് കേക്ക് കട്ടിങ്. ഞങ്ങളവിടെ എല്ലാവരും ശശിയായി അവിടെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മേളിലാണ്, അതുകൊണ്ട് വലിയച്ഛൻ എല്ലാം സെറ്റപ്പൊക്കെ ആക്കി. ബട്ട് വലിയച്ഛൻ ലാസ്റ്റ് ഞങ്ങളോട് പറഞ്ഞു മേളിലല്ല താഴെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇപ്പം കേക്ക് വരും എന്ന് പറഞ്ഞിട്ട് കേക്കേ വന്നില്ല. ശശിയായി ഞങ്ങൾ. അപ്പോൾ കുറേ നേരം വന്നിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ ഞങ്ങൾ. അപ്പോൾ എല്ലാം കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ഫൈനൽ താഴേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ അഞ്ച് താഴേക്ക് പോയി. അവിടെ ഫുൾ സർപ്രൈസ്ഡ് ആയിരുന്നു. ഫുൾ കസിൻസ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഫാമിലി ഉണ്ടായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫുൾ ശരിക്കും സർപ്രൈസ് അവൾ ശരിക്കും. അപ്പം അങ്ങനെ അവളുടെ എന്താ പറയുക, ഒരു പേടി, എന്താണിത്, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെയാണെന്നൊക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അവൾ കുറേ ഹാപ്പിയായി, ഒരുപാട് ഹാപ്പിയായി. അവൾ ലൈഫിൽ ഫസ്റ്റ് ടൈം ഇത്രയും പേരുള്ള ആൾക്കാരായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്നോട്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് ചോക്ലേറ്റ്സൊക്കെ കഴിച്ചു, കേക്കൊക്കെ കഴിച്ചു. അങ്ങനെയൊക്കെ ഇരുന്ന് ചെറിയ എല്ലാ കസിൻസായിട്ട് സംസാരിച്ചിരിക്കുമായിരുന്നു അവിടെ. പിന്നെ ജാനുവിനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോവുക, കാരണം കസിൻസെല്ലാം ചോക്ലേറ്റ് കഴിക്കണമല്ലോ, തീർക്കണമല്ലോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ അങ്ങനെ ബൈ, ഗുഡ് നൈറ്റ്.